വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്പോൺസേഡ് പ്രോഗ്രാമായ ഇൻചൂർഡ് എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് ഇന്നത്തെ മത്സരാർത്ഥികളെ ഒന്ന് പരിചയപ്പെടാം. എന്താ പേര്? ശരണ്യ. എന്ത് ചെയ്യുന്നു? ഞാൻ നേഴ്സാണ്. എവിടെ സ്ഥലം? ഞാൻ ട്രിവാൻഡ്രം. എൻ്റെ പേര് നൈസൽ. ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യുക, റിക്രൂട്ട്മെന്റ് ഓഫീസിൽ വർക്ക് ചെയ്യുക. ടീച്ചറാണ്. 3 പേരും ഒരു വീട്ടിൽ നിന്നാണോ? എൻ്റെ സിസ്റ്ററാണ്, എൻ്റെ വൈഫാണ്. വൈഫാണല്ലേ? കണ്ടാ പറയത്തില്ല കേട്ടോ, ഏതോ കോളേജ് സ്റ്റുഡൻസിനെ പോലെ ഉണ്ട് 3 പേരെയും കണ്ട്. അപ്പോൾ എന്താണ് പ്രോഗ്രാം എന്നതിനെ കുറിച്ച് പരിചയപ്പെടുത്താം. 10 രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. നിങ്ങൾക്കൊക്കെ കേട്ട് കേൾവിയൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്, പണ്ട് മുതലേ കേട്ട് വരുന്നതാണ്. 20 സെക്കൻഡിനുള്ളിൽ ആൻസർ പറയുക. ആരാണ് ഏറ്റവും കൂടുതൽ ആൻസർ പറയുന്നവരാണ് ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ വിജയി. ഓക്കെ, ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അതിന് മുന്നേ പാട്ട് പാടുന്ന ആരെങ്കിലും കൂടെ ഉണ്ടോ? ഇല്ല. പാട്ട് പാടും? പിന്നെ വരത്തില്ല. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. മലയാളികൾ കഴിക്കുന്നതും ഹിന്ദിക്കാർ പോലീസിനെ ഏൽപ്പിക്കുന്നതും ആരെ? മലയാളികൾ ഈ ഒരു സാധനം കഴിക്കും, ഹിന്ദിക്കാർ പോലീസ്. ചോർ കറക്റ്റ് ആൻസറാണ്. അപ്പം നല്ലൊരു ക്ലാപ്പ് കൊടുക്കും. നീയും കൂടി തെറ്റിക്കണം എന്നും പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് നാത്തൂൻ പോരെ. ടീച്ചർ ആയതുകൊണ്ട് ഉത്തരങ്ങളെല്ലാം അവിടുന്ന് വരും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. താഴേക്ക് ചാടാൻ പറ്റുന്ന ഒരു നിറം ഏതാണ്? വെള്ള. കാര്യം എന്താ? വെള്ളച്ചാട്ടം കറക്റ്റ്. ഇത് കേട്ടിട്ടുണ്ടല്ലേ? ഇല്ല. അപ്പോഴാണ് മനസ്സിലായത് നാത്തൂന് ഇത്രയും ബുദ്ധിയുണ്ടല്ലോ. ടീച്ചറിന് മാത്രമേ ബുദ്ധിയുള്ളൂ, നഴ്സിനില്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു ജ്വല്ലറിയിൽ രാജുവിന് ഒരു ജോലി കിട്ടി, എന്നിട്ട് പോയില്ല. അപ്പൊ രാമു കാര്യം ചോദിച്ചു, എന്താ രാജു നീ പോവാത്തേത്? അപ്പോൾ രാജു ഒരു ഉത്തരം പറഞ്ഞു. ആ ഉത്തരം കേട്ട് രാമു ചിരിച്ചു. എന്തുകൊണ്ടാണ് ചിരിച്ചത്? എന്തായിരിക്കും ആ ഉത്തരം? എന്തുത്തരമായിരിക്കും പറഞ്ഞത്? ജ്വല്ലറിയിലാണ് ജോലി കിട്ടിയിട്ട് പോവാത്തത് രാജു. അവിടെ ഒരു സാധനം, ഒരു കാര്യം എഴുതി വച്ചിരിക്കുന്നത് കണ്ടു രാജു, അതുകൊണ്ടാണ് പോകാത്തത്. പറയും, ടീച്ചർ പറയും. പലിശയുടെ കാര്യം. പലിശയല്ല, വേറൊരു സാധനം. മണ്ടൻ അല്ല, സ്വർണ്ണക്കട അല്ലേ? അപ്പോൾ അവിടെ ഒരു സാധനം കുറവാണെന്ന് എഴുതി വെച്ചു. വില കുറവായതുകൊണ്ടാണ്. പണിക്കൂലി കുറവ് കറക്റ്റ് ആൻസർ ആണ്. പണിക്കുള്ള കൂലി കുറവ്, അതുകൊണ്ടാണ് രാജു പോകാത്തത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യൻ. ഏതുതരം ജോലിയും താഴെ നിന്ന് മുകളിലേക്കാണ് തുടങ്ങുന്നത്. ഒരു ജോലി മാത്രം മുകളിൽ നിന്ന് താഴേക്ക്. എന്താണ് ആ ജോലി? മുകളിൽ നിന്ന് താഴേക്ക് തുടങ്ങുന്ന ജോലി. പെയിന്റടി അല്ല, പക്ഷെ പെയിന്റടി മിക്കുള്ളവരും പറയുന്ന ആൻസർ ആണ്, പക്ഷെ അത് എടുക്കത്തില്ല. അല്ല, വീട് വെക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഈ ഒരു കാര്യം ആദ്യം ചെയ്യും. ഒരു വീടുണ്ടെങ്കിൽ ഇതും കാണും, വേണമല്ലോ, അതൊരു ജോലിയാണ്. ഏത് ജോലിയും താഴെ നിന്ന് മുകളിലേക്കാണ് ചെയ്യുന്നത്. ഈ ഒരു ജോലി മാത്രം മുകളിൽ നിന്ന് താഴേക്ക്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. മുകളിൽ നിന്ന് താഴേക്ക് നമ്മൾ എന്താ ചെയ്യാറ്? വേറെ ക്ലൂ പറയേ. വേറെ ക്ലൂ നമുക്ക് മനുഷ്യന് അത്യാവശ്യം വേണ്ട ഒരു സാധനം അതിൽ നിന്നാണ് കിട്ടുന്നത്. അതുണ്ടെങ്കിൽ നമുക്ക് ജീവൻ നിലനിർത്താൻ തന്നെ പറ്റും. വീടിന്റെ ഫ്രണ്ടിലുണ്ട് ഈ സാധനം. കിണർ ഒഴിക്കുന്നത് കറക്റ്റ്. ആൻസറായി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എല്ലാവരും ഇത് കിട്ടുന്നത് വരെ തിരയും, പക്ഷെ ഇത് കിട്ടിക്കഴിഞ്ഞാൽ വലിച്ചെറിയും. പണ്ടത്തെ അമ്മൂമ്മമാരൊക്കെ ചെയ്യുന്നതാ. ഇപ്പൊ അമ്മമാര് സാധാരണ ചെയ്യുന്നുണ്ട്. നമ്മളൊക്കെ കണ്ടിട്ടുണ്ടോ എന്തോ, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ എന്തോ അറിയാമേ. ഈ ഒരു ജനറേഷനിൽ അതൊക്കെ ബന്ധപ്പെടും. അടുക്കള ഭയങ്കര എന്നാൽ ഞാൻ കറിവേപ്പിലോട്ടാ പോയത്. നല്ല രീതിയിൽ ആൻസർ ഞാൻ പറയേണ്ടതൊക്കെ പറഞ്ഞു. കൂടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും വീട്ടിൽ ചെന്നിട്ട് അടി കൂടുക. ഓക്കെ, അതിനുള്ള ക്ലൂസ് ഞാൻ അങ്ങോട്ട് ഇട്ട് തരാം. നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് കൂടിയാൽ മതി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. പ്രധാനമന്ത്രി മരിച്ചപ്പോൾ കടകൾ അടച്ചത് എന്തുകൊണ്ട്?
എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്തുകൊണ്ട്? കൈ ഉണ്ട്. കൈ കൊണ്ടല്ല. പ്രധാനമന്ത്രി മരിച്ചപ്പോ താക്കോലുണ്ട്. താക്കോലുണ്ട് പിന്നല്ല. ആലോചിക്കണം. താക്കോലുണ്ട്. താക്കോല് എന്നിട്ട് ഒരു ആലോചിക്കണം. ഉത്തരാണെന്ന് മനസ്സിലാവുന്നില്ല, അതുകൊണ്ടാണ്. അവിശ്വസനീയം, വിശ്വസിക്കാൻ പറ്റുന്നില്ല. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നല്ല കാര്യം. നമുക്കൊക്കെ എല്ലാവർക്കും ഇപ്പൊ ഇഷ്ടപ്പെട്ട ഒരു ലൈനുണ്ട്. നിങ്ങളുടെ ലൈനിന്റെ പേരൊന്നും വിളിച്ച് പറയരുത്. ഏതാണ് ആ ലൈൻ? ലൈൻ, ഇഷ്ടപ്പെട്ട ലൈൻ എല്ലാവർക്കും, ഈ ലോകത്തുള്ള എല്ലാവർക്കും ഇപ്പോൾ ഈ ഒരു ജനറേഷനിൽ ഇഷ്ടപ്പെട്ട ഒരു ലൈൻ. ഇപ്പോഴത്തെ ജനറേഷന് ഭയങ്കര ഇഷ്ടമാണ് ഈ ലൈൻ. അല്ല, എന്താണ് ലൈൻ വരുന്ന വേർഡ്സ് പറയും, കിട്ടും. അതില്ലെങ്കിൽ ഒരു ദിവസം ഉറങ്ങാൻ പോലും പറ്റാത്ത എത്രയോ പേർ. കണ്ണിലൊരയ്ക്കുന്ന സാധനം ഉറങ്ങാൻ പോലും പറ്റത്തില്ലേ? അല്ല, ചിലർക്കൊന്നും ഉറക്കം പോലും വരത്തില്ല ഈ ഒരു ഇത് ഇല്ല എങ്കിൽ. അങ്ങനത്തെ ഒരു ലൈൻ എന്താണ് ആ ലൈൻ? ദിവസവും നമ്മൾ ഈ ഒരു ലൈനകത്ത് കാണും. എപ്പോ നോക്കിയാലും ഓൺലൈൻ. കറക്റ്റ് ആൻസർ. അവസാനത്തെ ക്ലൂവിൽ കയറി പിടിച്ച്. 5 ക്വസ്റ്റ്യന്റെ ആൻസർ ആയി. അടുത്ത ക്വസ്റ്റ്യൻ. 100 പടികളുള്ള ഒരു കോണി, പക്ഷെ ഒരാൾ വീണിട്ട് അയാൾക്ക് ഒന്നും പറ്റിയില്ല. കാരണം എന്ത്? 100 പടികളുള്ള ഒരു കോണി, പക്ഷെ ഒരാൾ അതിന്റെ മുകളിൽ നിന്ന് വീണിട്ട് ഒന്നും പറ്റിയില്ല. കാരണം എന്ത്? 100 പടികളുള്ള കോണിയിൽ നിന്നും താഴെ വീണിട്ടും ഒരാൾക്ക് ഒന്നും പറ്റിയില്ല. കാരണം എന്ത്? ഇതാണ് ക്വസ്റ്റ്യൻ. ആദ്യത്തെ പടി യെസ്. ഉറക്കെ പറയണ്ടായിരുന്നു. എനിക്ക് കിട്ടിപ്പോയി, കുഴപ്പമില്ല. ദാനം. ദാനം? ആ, തന്ന ദാനമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. മതിലുകളിൽ പരസ്യം പതിക്കരുതെന്ന് എഴുതിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്തുകൊണ്ട്? പെയിന്റ് ഉണ്ട്. കറക്റ്റ് ആൻസർ. അപ്പോൾ 6 ക്വസ്റ്റ്യന്റെ ആൻസർ പറഞ്ഞു. എന്തായിരുന്നു പേര്? നാജ. നല്ല വെറൈറ്റി പേരാണല്ലോ. ഇന്നത്തെ ഇൻഷോർജ് പ്രോഗ്രാമിന്റെ വിജയ് നാജയാണ്. നാജയ്ക്ക് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചെറിയൊരു സ്നേഹോപകാരം മകനായിട്ട്. അപ്പോൾ ഇന്നത്തെ ഇൻഷോർജ് പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.